കരീം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഇംതിയാസ്, മജിസ്ട്രേറ്റിന്റെ വസതിയിലേക്ക് എന്ന് തന്നെയാണോ നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാവുന്നത്? മാധു സജി, അങ്ങനെ തന്നെയാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. വൈദ്യപരിശോധന പൂർത്തിയായ സാഹചര്യത്തിൽ ഇവിടെ നിന്ന് നേരെ മജിസ്ട്രേറ്റിന്റെ വസതിയിലെത്തിച്ച് നടപടികൾ പൂർത്തീകരിക്കുക എന്നതിലേക്ക് തന്നെയാണ് ഡിവൈഎസ്പി അടക്കമുള്ള ഈ സംഘത്തിന്റെ നീക്കം എന്ന് തന്നെയാണ് ഈ സമയവും നമുക്ക് മനസ്സിലാവുന്നത്. ഇപ്പോൾ വൈദ്യപരിശോധന ജില്ലാ ആശുപത്രിയിൽ പൂർത്തീകരിച്ചിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തെ ഇപ്പോഴും ഈ പോലീസ് സംഘം പുറത്തേക്ക് ഇറക്കിയിട്ടില്ല. അതിനകത്ത്, അതായത് ഈ ആശുപത്രിക്കകത്ത് നിരവധി ഒരു പോലീസ് സംഘം തന്നെയുണ്ട്. ചുറ്റും ഈ കൈകളൊക്കെ ചേർത്ത് പിടിച്ചൊരു സുരക്ഷ എന്നുള്ള രൂപത്തിലൊക്കെയാണ് പോലീസ് സംഘം അവിടെ വിന്യസിച്ചിരിക്കുന്നത്. തൊട്ടുപുറത്ത് ഈ ജില്ലാ ആശുപത്രിക്ക് പുറത്താണെങ്കിൽ നിരവധി പ്രവർത്തകർ തടിച്ചുകൂടി നിൽക്കുന്നത് നേരത്തെ നമ്മൾ അതിൽ PV അൻവറിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുക എന്ന തരത്തിലാണെങ്കിൽ കാര്യങ്ങൾ ആ രീതിയിലേക്ക് നടപടിയാണെങ്കിൽ വലിയ രൂപത്തിലുള്ള പ്രതിഷേധമുയരും. അങ്ങനെ ആ രൂപത്തിൽ കാര്യങ്ങൾ ായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. എന്തായാലും പ്രവർത്തകർ ഇവിടെ മുൻപിൽ പമ്പടിച്ചു കൂടിയിട്ടുണ്ട്. നേരത്തെ വസതിക്ക് മുൻപിലൊക്കെ ഉണ്ടായതുപോലെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ ഉണ്ടായ പോലെയുള്ള ഒരു പ്രതിഷേധങ്ങളോ അതായത് ജീപ്പിലേക്ക് കയറ്റുന്ന സമയത്ത് ഉണ്ടായ പോലെയുള്ള ഒരു സംഘർഷം, പോലീസുമായുള്ള പാക്കേറ്റം, കാര്യങ്ങൾ പോകുമോ എന്ന് കണ്ടറിയാൻ ഒരുപക്ഷെ ഇന്ന് തന്നെ എല്ലാ നടപടികളും പൂർത്തീകരിക്കുക എന്ന് തന്നെയാണ് പോലീസിന്റെ ലക്ഷ്യമെന്നും പറയുന്നത്. ഈ PV അൻവർ CPM പാളയം വിട്ട് DMK എന്നൊരു സംവിധാനവുമായി മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ അദ്ദേഹം പല ജീവിത നിരവധിയായിട്ടുള്ള മറ്റൊരു മേഖലയിലെ അടക്കം നിരവധി പ്രശ്നങ്ങൾ അദ്ദേഹം ഉന്നയിച്ചിരുന്നു. ഇന്ന് ഈ മണി എന്ന ഈ ചോലനായക വിഭാഗത്തിൽപ്പെട്ട ഈ ആദിവാസി